തൃശൂർ നഗരത്തിൽ ആഫ്രിക്കൻ ഒച്ചുശല്യം രൂക്ഷമാകുന്നു. പൂങ്കുന്നം മേഖലയിലാണ് ഒച്ചുശല്യം രൂക്ഷമായിരിക്കുന്നത്. പുഷ്പഗിരിയിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം മൂലം നിരവധി കുടുംബങ്ങൾ ദുരിതത്തിൽ. നിരവധി വീടുകളുള്ള പൂങ്കുന്നം പുഷ്പഗിരിയിലെ ഹരിഹരൻ, ഗുരുവായൂരപ്പൻ, രാഘവൻ, സീതാലക്ഷ്മി, സീതാരാമൻ എന്നിവരുടെ വീടുകളിലും സമീപത്തെ ഫ്ളാറ്റിന്റെ പുറം ചുമരിലും സീതാറാം മില്ലിന്റെ ചുറ്റുമതിലിലുമാണ് ആഫ്രിക്കൻ ഒച്ച് വ്യാപിച്ചിരിക്കുന്നത്. ഇവയെ സ്പർശിച്ചാൽ ചൊറിച്ചിലുണ്ടാകും. ത്വക്ക് രോഗങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. വീടുകളിൽ നട്ടുവളർത്തുന്ന ചെടികളിലെയും മറ്റ് ചെറിയ മരങ്ങളിലെയും ഇലയും തൊലിയും തിന്നു നശിപ്പിക്കുകയാണ് ഒച്ചുകൾ. പരിസരം മുഴുവൻ ദുർഗന്ധവും രൂക്ഷമാണ്. പ്രഭാതങ്ങളിൽ ഇവ റോഡിലേക്കും ഇഴഞ്ഞെത്തുന്നുണ്ട്. ഒച്ചിന്റെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ട് 2-3 മാസമായെങ്കിലും 1-2 ആഴ്ചകളായി ശല്യം അതിരൂക്ഷമാണ്. വീടിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വാതിലുകളും മറ്റു പ്രവേശന മാർഗങ്ങളും സദാസമയവും അടച്ചിടുകയാണ് വീട്ടുകാർ. ഇവിടെ ഈ ഭാഗത്തെല്ലാം ഈ ഒച്ചിന്റെ ശല്യം കഴിഞ്ഞൊരു 20 ദിവസം 15 ദിവസം 20 ദിവസമായിട്ട് നല്ല രീതിയിൽ കൂടി വരികയാണ്. ഇപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ദിവസം രാവിലെ 1 മണിക്കൂർ മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരു 1000 എണ്ണം കിട്ടുമെങ്കിൽ ഇപ്പോൾ അത് 3000-4000 എണ്ണമാണ് കിട്ടണത്. അത് മാത്രമല്ല ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇതെന്തായാലും ഓരോ ദിവസം വൈകും തോറും ഇതിൻ്റെ എണ്ണങ്ങൾ ഇങ്ങനെ കൂടി വരിക. പിന്നെ ഒരു രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ദേഹത്തുനിന്ന് വരുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. വളരെ വളരെയധികം ദുർഗന്ധം ഇത് വരുന്നുണ്ട്. അത് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ പച്ചപ്പുള്ള സ്ഥലം മുഴുവൻ ഇത് കയറി അറ്റാക്ക് ചെയ്തിട്ട് ഒരൊറ്റ ചെടിയോ ഒന്നും നമ്മുടെ വീടുകളിൽ ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് എനിക്ക് വന്നേക്കുന്നത്. സീതാറാം മില്ലിന്റെ പാഴ്ചെടികൾ നിറഞ്ഞ പറമ്പിൽ നിന്നാണ് ഒച്ചുകൾ എത്തിയതെന്നാണ് പരിസരവാസികൾ പറയുന്നത്. പ്രശ്നം കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തെ അറിയിച്ചതിനെ തുടർന്ന് 2-3 തവണ അവരെത്തി ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടും പരിഹാരമുണ്ടായിട്ടില്ല. ഇവയെ പ്ലക്കർ ഉപയോഗിച്ച് ബക്കറ്റിൽ ശേഖരിച്ച് കുഴിയിലിട്ട് ഉപ്പുപൊടി വിതറിയാണ് വീട്ടുകാർ നശിപ്പിക്കുന്നത്. ഒച്ചുകളുടെ പെരുപ്പം മൂലം ഇവയെ ഇല്ലാതാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഓരോ തവണയും ഇവയിടുന്ന 1000-ഓളം മുട്ടകളിൽ 90% വളർന്നു വലുതാകുന്നത് ഭീഷണിയായിരിക്കുകയാണ്. റോട്ടിലായാലും ഫുട്പാത്തിലായാലും എല്ലാ സ്ഥലത്തും ഒച്ചുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ രാവിലെ ഇവിടെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ചെരുപ്പില്ലാതെ അമ്പലത്തിൽ പോണത്. അപ്പോൾ അവർക്കൊക്കെ അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ വണ്ടികൾ കയറി ഇതിൻ്റെ മുകളിൽ കൂടെ കയറി ഇതാകെ നശിച്ചു പോകുമ്പോൾ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു സ്മെല്ലും കാര്യങ്ങളായിട്ടാണ് വരുന്നത്. ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നിരന്തരമായിട്ട് അവർ വന്ന് ഈ ഉപ്പിട്ട് അതിനെ നശിപ്പിച്ചാൽ തന്നെ ഇതിനൊരു പരിഹാരം കാണുള്ളൂ. ധാരാളം വീടുകളുള്ള ഇവിടെ അതിവേഗം വ്യാപിക്കുന്ന ഇവയെ നശിപ്പിക്കാൻ സാധ്യമായ ശാസ്ത്രീയ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV തൃശൂർ.